രണ്ട് അപ്രോച്ചുകൾ, അതായത് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. ഈ രണ്ട് അപ്രോച്ചുകളെയും പൊതുവെ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചുകൾ എന്നാണ് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് എന്താകണം എന്ന് തീരുമാനിക്കുന്നത് തെറപ്പിസ്റ്റാണ്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ആണെങ്കിൽ തെറപ്പിസ്റ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ക്ലയൻറ്റിൽ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് അവിടെ വരുത്തുന്നത്. അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ആണെങ്കിൽ വാട്സൺ പറഞ്ഞതുപോലെ തെറപ്പിസ്റ്റാണ് തീരുമാനിക്കുന്നത് എന്താവണം ക്ലയൻറ്റ്, അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് തെറപ്പിസ്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുന്നു. ആ ഒരു സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ക്ലയൻറ്റ് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെയെല്ലാം നമ്മുടെ ക്ലയൻറ്റിൻ്റെ ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത് തെറപ്പിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെയും അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനെയൊക്കെ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. അതിന് ബദലായിട്ട് 1950കളിൽ ഡെവലപ്പ് ചെയ്ത ഒരു അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെയും അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനെയും ഒക്കെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ആ ഒരു യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസിനും അതുപോലെ തന്നെ അവരുടെ ഫ്രീഡത്തെയും അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യലിനെ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ പ്രൊപ്പോണൻ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് രണ്ട് പേരെയാണ്. എബ്രഹാം മാസ്ലോ അതുപോലെ തന്നെ കോൾ റോജർ. ഈ രണ്ട് പേരാണ് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഏറ്റവും കൂടുതൽ രീതിയിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് ചെയ്യുന്നത് സൈക്കോളജി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ബിഹേവിയർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതിനകത്ത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ വിധി നിർണ്ണയിക്കാനായിട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനി ഫിക്സ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഫ്രീഡം, അവരുടെ ചോയ്സിനനുസരിച്ചാണ് അവരുടെ വിധി ഡെസ്റ്റിനി അവർ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ആളുകൾ എങ്ങനെയാണ് എത്തപ്പെടുന്നത്, അതുപോലെ തന്നെ ഒരാളുടെ മാക്സിമം പൊട്ടൻഷ്യൽസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എങ്ങനെ അവരെ ഒരുക്കിയെടുക്കാം, ഇതുപോലെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് ഒരാളുടെ യുണീക്ക് ക്വാളിറ്റീസിലാണ്, എസ്പെഷ്യലി അവരുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനും പേഴ്സണൽ ഗ്രോത്തിനുമായിട്ടുള്ള ഫ്രീഡം, അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വ്യൂ, ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് സൈക്കോളജി കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് കോഗ്നിറ്റീവ് അപ്രോച്ചാണ്. കോഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ബിഹേവിയറിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ വരുന്നു. ഈ അസോസിയേഷൻസാണ് പല ബിഹേവിയറിൻ്റെയും പിന്നിലുള്ള കാരണമെന്നാണ്. ഇവിടെ ഒരു സ്റ്റിമുലസിനും ഒരു റെസ്പോൺസിനും ഇടയ്ക്ക് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് എത്തുന്നത് പോലെ ഒരു സ്റ്റിമുലസ് അവിടെ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. പക്ഷേ ആ ഒരു റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പിന്നിലുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കാര്യവും ഒരു ക്ലാരിറ്റിയും ഇല്ല ഈ ബിഹേവിയറിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനെ നമ്മൾ ബ്ലാക്ക് ബോക്സ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയ്ക്ക് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവ്യക്തതയുണ്ട്, ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനെ ബ്ലാക്ക് ബോക്സ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ പറയുന്നു. കോഗ്നിറ്റീവ് അപ്രോച്ചിലൂടെ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ശരിക്കും പറഞ്ഞു
കഴിഞ്ഞാൽ കൊഗ്നിറ്റീവ് അപ്രോച്ചിനെ ഫോളോ ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരു സ്റ്റിമുലസിനും ഒരു റെസ്പോൺസിനും ഇടയ്ക്ക് ചില കൊഗ്നിറ്റീവ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സുകൾ നടക്കുന്നു. ആ ഒരു മെൻ്റൽ പ്രോസസ്സുകളുടെ ഫലമായിട്ടാണ് ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് അവിടെ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജി ശരിക്കും പഠിക്കേണ്ടത് ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷനെ ഉപരിയായിട്ട് ആ ഒരു സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയ്ക്ക് നടക്കുന്ന കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെൻ്റൽ ഈവൻസിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു കൊഗ്നിറ്റീവ് അപ്രോച്ച് പറയുന്നത്. വാട്സൺ പറഞ്ഞതുപോലെ സൈക്കോളജി ശരിക്കും ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ച് മാത്രമല്ല പഠിക്കേണ്ടത്, ആ ഒരു ഒബ്സർവബിൾ ബിഹേവിയറിൻ്റെ പിന്നിലുള്ള കാരണം, ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കണം. ആ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളത് പെർസീവ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ പ്രോബ്ലം സോൾവിങ് നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ മെമ്മറി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ പെർസെപ്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇൻറ്റേർണലായിട്ട് നടക്കുന്ന മെൻ്റൽ പ്രോസസ്സുകളെക്കുറിച്ച് കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഈ ഒരു കൊഗ്നിറ്റീവ് അപ്രോച്ചിനെ ഫോളോ ചെയ്യുന്നവർ പറയുന്നത്.